ഹലോ! ദൈവം സഹായിച്ച് 3 ഇയർ വർക്ക് പെർമിറ്റ് കിട്ടിയിട്ടുണ്ട്. ഫ്ലാഗ് പോളിംഗ് വഴിയാണ് ഞങ്ങൾക്കിത് കിട്ടിയത്. അതിന്റെ ഫുൾ എക്സ്പീരിയൻസ് ഞാൻ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. എന്നെപ്പോലെ നിങ്ങളും പലരോടും ചോദിക്കുകയും വീഡിയോസും ഒക്കെ കാണുകയും ചെയ്തിട്ടുണ്ടായിരിക്കും. ഓരോരുത്തരുടെയും എക്സ്പീരിയൻസ് ഡിഫറന്റ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയും യൂസ്ഫുൾ ആവട്ടെ എന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നെ ഞാനിത് കറക്റ്റായിട്ട് വണ്ടിയിലിരുന്ന് അപ്പൊ തന്നെ മറന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് എല്ലാം വോയിസ് കൊടുത്ത് എടുത്തതാണ്. പക്ഷെ അതത്ര ക്ലിയർ ആയിട്ടില്ല. അത്രയല്ല ഒട്ടും ക്ലിയർ ആയില്ല. അതുകൊണ്ട് ഞാൻ വോയിസ് ഓവർ ചെയ്തിട്ട് ഡീറ്റെയിൽ ആയിട്ട് എല്ലാം പറഞ്ഞുതരാം. ഞങ്ങൾ ഫ്ലാഗ് പോളിങ്ങിനായിട്ട് ന്യൂ ബ്രൻസ്വിക്കിലുള്ള യുഎസ് കാനഡ ബോർഡറിലാണ് പോയിട്ടുള്ളത്. ഏകദേശം 7.5 മണിക്കൂറത്തെ യാത്രയാണ് നമുക്കുള്ളത്. 750 കിലോമീറ്ററോളം ഉണ്ടായിരുന്നു. രാത്രി 10 മണി 10:15 ആയപ്പോൾ നമ്മൾ ഇവിടുന്ന് വീട്ടീന്ന് ഇറങ്ങി. ഇടയ്ക്ക് 3 സ്റ്റോപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ പെട്രോൾ സ്റ്റേഷനിലൊക്കെ 3 സ്റ്റോപ്പ് എടുത്തു. ഒരു അരമണിക്കൂർ വീതം അവിടെ റെസ്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഏകദേശം ഒരു 9 മണിക്കൂറിൽ കൂടുതൽ എടുത്തു നമ്മുടെ യാത്രയ്ക്ക് വേണ്ടിയിട്ട്. നിങ്ങളെപ്പോലെ തന്നെ പലരോടും ചോദിച്ച് പല ഇൻഫർമേഷനും കളക്ട് ചെയ്ത് പല വീഡിയോസും ഒക്കെ കണ്ടിട്ട് ഈ ഡോക്യുമെന്റ്സിന്റെ കാര്യത്തിലും ജോബ് പാർട്ട് ടൈം ആയാല് നമുക്ക് കിട്ടില്ലാന്നും ഫുൾ ടൈം തന്നെ വേണം അങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് കൺഫ്യൂഷൻ വെച്ചിട്ടാണ് നമ്മള് പോകുന്നത്. അപ്പൊ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ എല്ലാം ഷെയർ ചെയ്യാം. അപ്പൊ ഈ 750 കിലോമീറ്റർ താണ്ടി നമ്മള് ഡെസ്റ്റിനേഷനിൽ എത്തുമ്പോൾ കാർ പാർക്ക് ചെയ്യേണ്ടത് എവിടെയാണെന്നൊന്നും നമുക്ക് അറിയുന്നുണ്ടായിരുന്നില്ല. അപ്പൊ നമ്മള് കാറില് നമ്മള് ഡെസ്റ്റിനേഷനിൽ എത്തുമ്പോൾ നമുക്ക് ഫ്രണ്ടിലായിട്ട് യുഎസ് ലെഫ്റ്റിലേക്ക് എന്നുള്ളൊരു ബോർഡ് കാണാൻ പറ്റും. അവിടെ നമുക്ക് റൈറ്റ് സൈഡില് നോ പാർക്കിങ്ങും ലെഫ്റ്റ് സൈഡില് നമുക്ക് 2 മണിക്കൂർ കാർ പാർക്ക് ചെയ്യാം. അങ്ങനെയൊക്കെയുള്ള കുറച്ച് സ്ഥലങ്ങളുണ്ടാവും. അപ്പൊ ആ ഒരു ലെഫ്റ്റ് സൈഡില് യു ടേൺ എടുത്ത് നമ്മൾ കാർ പാർക്ക് ചെയ്തിട്ടാണ് പോകുന്നത്. നമ്മള് 2 മണിക്കൂറിൽ കൂടുതൽ അവിടെ കാർ പാർക്ക് ചെയ്തിരുന്നു. വേറെ ഇഷ്യൂസ് ഒന്നും ഉണ്ടായിട്ടില്ല. യുഎസ് ലെഫ്റ്റിലേക്കാണെന്ന് പറഞ്ഞിട്ട് ബോർഡ് കാണുമെന്ന് പറഞ്ഞല്ലോ. അപ്പൊ നമ്മൾ ആ ഒരു ടേൺ എടുക്കുമ്പോ തന്നെ നമുക്ക് 2 ബിൽഡിംഗ് കാണാൻ പറ്റും. ഫസ്റ്റില് കാണുന്നത് നമ്മുടെ കാനഡ ബോർഡറിലുള്ള ഓഫീസാണ്. ചെറിയൊരു ഓഫീസാണ്. അത് കഴിയുമ്പോൾ ഒരു കുഞ്ഞ് ബ്രിഡ്ജ് ഉണ്ടാവും. ആ ബ്രിഡ്ജിന്റെ തൊട്ടപ്പുറത്തെ സൈഡിലായിട്ട് ഒരു ബ്രിക്കിന്റെ ഒരു ബിൽഡിംഗ് ഉണ്ടാവും. അതാണ് യുഎസിന്റെ ഓഫീസ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മള് ഫസ്റ്റ് ഈ കാനഡയുടെ ഓഫീസിലേക്കാണ് കയറിയത്. അപ്പൊ അവര് പറഞ്ഞു ഫസ്റ്റ് നിങ്ങൾ അപ്പുറത്ത് ഓഫീസില് പോയിട്ട് വരാൻ പറഞ്ഞു. അപ്പൊ നമ്മള് നേരെ ഈ ബ്രിഡ്ജ് ക്രോസ് ചെയ്ത് നമ്മള് വാക്ക് ഇൻ ചെയ്യുവായിരുന്നു. ഈ ഡോറ് തുറന്ന് കയറാൻ പോകുമ്പോ അവിടെ നമ്മുടെ ഈ ഓഫീസിന്റെ തൊട്ട് ഓപ്പോസിറ്റ് ആയിട്ട് ഈ ടോൾ ബൂത്തിൽ ഒരു ഓഫീസർ ഇരിപ്പുണ്ടായിരുന്നു. പുള്ളി നമ്മളെ വിളിച്ചിട്ട് ചോദിച്ചു, ഫ്ലാഗ് പോളിങ്ങിന് വന്നതാണോ? വെയിറ്റ് ചെയ്യ് ഞാൻ ദേ വരുന്നൂന്ന് പറഞ്ഞു. അതായത് അപ്പൊ വെയിറ്റ് ചെയ്തിരുന്ന ആ വണ്ടിയെ വിട്ടിട്ട് പുള്ളി ഇറങ്ങി വന്നു. നമ്മുടെ പാസ്പോർട്ട് ചോദിച്ചു. എന്നിട്ട് ആ ഓഫീസർ തന്നെ അകത്ത് കൊണ്ടുപോയിട്ട് ഫ്ലാഗ് പോളിങ്ങിന് വന്നതാണെന്ന് പറഞ്ഞിട്ട് അടുത്ത ഓഫീസറിനെ കാണിച്ചു തന്നിട്ട് പുള്ളി പുറത്തേക്ക് പോയി. ഉള്ളിൽ ഇതിന്റെ കാര്യങ്ങളൊക്കെ നോക്കാനായിട്ട് 2 ഓഫീസേഴ്സ് ഇരിക്കുന്നത് കണ്ടു. അപ്പൊ അതിൽ ഒരാള് ഞങ്ങക്ക് വേണ്ടിയിട്ട് 2 ക്ലിപ്പ് ബോർഡ് തന്നു. അതില് 2 ഫോംസും ഉണ്ടായിരുന്നു. തൊട്ടപ്പുറത്തിരിക്കുന്ന ഓഫീസർ പുതിയൊരു ആള് വന്നപ്പം പുള്ളിക്കും അതേ ഫോം എടുത്ത് കൊടുക്കുന്നുണ്ടായിരുന്നു. ഈ ഫോമിൽ നമ്മൾ ഫില്ല് ചെയ്യേണ്ടത് നമ്മുടെ ഡീറ്റെയിൽസ് ഒക്കെയാണ്. നമ്മുടെ പേര്, നമ്മുടെ അഡ്രസ്സ്, നമ്മുടെ ഹൈറ്റ്, വെയിറ്റ്, നമ്മുടെ കണ്ണിന്റെ കളറ്, നമ്മുടെ മുടിയുടെ കളറ്, നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത്, അച്ഛന്റെയും അമ്മയുടെയും പേര്, ഡേറ്റ് ഓഫ് ബർത്ത്, നമ്മുടെ സിറ്റിസൺഷിപ്പ്, അച്ഛന്റെ, അമ്മയുടെ, അതേപോലെ നമ്മുടെ സിബ്ലിങ്സിന്റെ ഡീറ്റെയിൽസ് ഒക്കെയാണ് ഈ ഒരു ഫോമില് 2 സൈഡിലായിട്ട് നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കേണ്ടത്. 2 പേരും ഇതുപോലെ ഞങ്ങളിത് ഫില്ല് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് നമ്മുടെ പാസ്പോർട്ട് ആ ഓഫീസറിന്റെ കയ്യിലാണ് ഉണ്ടായിരുന്നത്. അതിനുശേഷം നമ്മുടെ ഡീറ്റെയിൽസ് എല്ലാം സിസ്റ്റത്തിൽ എൻറർ ചെയ്തിട്ട് നമ്മുടെ ഫിംഗർ പ്രിന്റ്സ് എല്ലാം എടുക്കണമെന്ന് പറഞ്ഞു. അപ്പൊ പുള്ളി നമുക്ക് നമ്മുടെ എൻട്രി യുഎസിലേക്കുള്ള എൻട്രി ഡിനൈ ചെയ്തുകൊണ്ടിട്ട് ഒരു പേപ്പർ റെഡിയാക്കാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞു. അതിനുശേഷം നമ്മുടെ 4 പേരുടെയും ഫിംഗർ പ്രിന്റ്സ് എടുത്തു. അപ്പൊ കുട്ടികളുടേത് അങ്ങനെ എടുക്കുന്നതല്ല. പക്ഷെ ഞാൻ അത് എടുക്കാറുണ്ടെന്ന് പറഞ്ഞിട്ട് ആ ഓഫീസർ പറഞ്ഞു. കുട്ടികളെ ഇങ്ങനെ മിസ്സാവുകയോ അങ്ങനെ എന്തെങ്കിലും ഒരു അവസ്ഥ ഉണ്ടായാല് ഈ ഫിംഗർ പ്രിന്റ്സ് നമുക്ക് ഒരുപാട് യൂസ്ഫുൾ ആയിരിക്കും. അതുകൊണ്ട് കുട്ടികളുടെ ഉൾപ്പെടെ ഞാൻ എടുക്കാറുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ നമുക്ക് അതിന് കുറച്ച് സമയം എടുത്തു. കാരണം ഫിംഗർ പ്രിന്റ്സ് കറക്റ്റ് ആയിട്ട് ആവുന്നുണ്ടായിരുന്നില്ല എല്ലാവരുടെയും. അപ്പൊ അതിനായിട്ട് കുറച്ച് സമയം എടുത്തു നമുക്ക്. അതിനുശേഷം നമുക്ക് നമ്മുടെ ആ എൻട്രി ഡിനൈ ചെയ്തുകൊണ്ടുള്ള പേപ്പറുമായിട്ട് അപ്പുറത്തെ ഓഫീസിലേക്ക് പോവാൻ പറഞ്ഞു. നമ്മുടെ പാസ്പോർട്ട് എല്ലാം തിരിച്ചു തന്നു. നമ്മൾ അതുമായിട്ട് തിരിച്ച് ഈ പാലം ക്രോസ് ചെയ്ത് നമ്മുടെ കാനഡ ബോർഡർ ഓഫീസിലേക്ക് വന്നു. അപ്പൊ അവിടെ ഫസ്റ്റ് ഇരിക്കുന്ന ഓഫീസർ നമ്മളോട് ചോദിച്ചു, നമ്മള് എന്ത് ഡോക്യുമെന്റിന് വേണ്ടിയിട്ടാണ് വന്നതെന്ന് ചോദിച്ചു. എന്നിട്ട് നമ്മളോട് ഒരു എക്സാമ്പിൾ പോലെ പിജിഡബ്ല്യുപിക്ക് ആണോ എന്ന് ചോദിച്ചു. അപ്പം നമ്മൾ പറഞ്ഞു പിജിഡബ്ല്യുപി ആണ്. അപ്പൊ പുള്ളിക്കാരി തന്നെ എന്നോട് വീണ്ടും ചോദിച്ചു, അടുത്തത് സ്പൗസലും വിസിറ്റർ വിസയും ആണോന്ന് ചോദിച്ചു. ഞാൻ അതേ പറഞ്ഞു. അപ്പൊ നമുക്കിങ്ങനെ ആ ഒരു മഞ്ഞ പേപ്പറിലായിട്ട് പിജിഡബ്ല്യുപി 1, എസ്ഒഡബ്ല്യുപി 1, 2 വിസിറ്റർ വിസ എന്ന് എഴുതിയിട്ട് ആ പേപ്പർ തന്നു. വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. അരമണിക്കൂറില് ഈ ഒരു സംഭവം നടക്കുമെന്നാണ് എല്ലാരും പറഞ്ഞു കേട്ടത്. പക്ഷെ നമുക്ക് ഒരുപാട് മണിക്കൂറുകൾ അവിടെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു. അത് ആളും തിരക്കും കൂടിയിട്ടൊന്നുമല്ല. സിസ്റ്റം ഡൗൺ ആയിരുന്നു. പിന്നെ ഒരു 2 ഫാമിലിയും പിന്നെ കുറച്ച് സ്റ്റുഡന്റ്സ് ആയിട്ടുള്ള അങ്ങനെ മൊത്തത്തിൽ ഒരു 4 5 പേരോ ആണ് മൊത്തത്തിൽ ഉണ്ടായിരുന്നത്. അതില് 2 ഫാമിലി ഉണ്ടായിരുന്നു. പിന്നെ സിസ്റ്റം ഡൗൺ ആയിട്ട് കുറേ നേരം നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വന്നു.
അപ്പൊ അവരത് പറഞ്ഞു ഇങ്ങനെ സിസ്റ്റം ഡൗൺ ആണ്. ഓക്കെ ആവുന്നുണ്ട്. പെട്ടെന്നാവും എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വെയിറ്റ് ചെയ്തു. അപ്പൊ ഫാമിലി ആയിട്ട് കുട്ടികളൊക്കെ ആയിട്ട് പോകുന്നവരാണെന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ബാഗിൽ കുറച്ച് ഒരു ബോട്ടിൽ വെള്ളവും കുറച്ച് സ്നാക്സും എടുത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ യൂസ്ഫുൾ ആയിരിക്കും. നമ്മളത് എടുക്കാൻ വിട്ടുപോയി. പിന്നെ കാറിൽ അവരങ്ങനെ പുറത്തേക്ക് വിടില്ല. ഈ ഒരു സ്ലിപ്പ് തന്നു കഴിഞ്ഞാൽ അങ്ങനെ എപ്പോഴും പുറത്തേക്ക് വിടില്ല. അപ്പൊ ഒരുപാട് നേരം വെയിറ്റ് ചെയ്തപ്പോൾ ഞാൻ ചോദിച്ചു. പോയിട്ട് വെള്ളവും സ്നാക്സും ഒക്കെ പിന്നീട് എടുക്കുകയാണ് ചെയ്തത്. ഈ സെയിം ബിൽഡിങ്ങിൽ തന്നെ ഡൗൺ സ്റ്റെയർസ് നമുക്ക് വാഷ്‌റൂമും അവൈലബിൾ ആണ്. അപ്പോൾ കുട്ടികൾക്കും നമുക്കുമൊക്കെ വാഷ്‌റൂം യൂസ് ചെയ്യണമെങ്കിലും അവരോട് പറഞ്ഞിട്ട് താഴെ നമുക്ക് അത് യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ ഡോക്യുമെന്റ്സ് എല്ലാം നമ്മൾ പ്രിപ്പയർഡ് ആയിട്ട് ഇരിക്കുമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഫാസ്റ്റ് ആയിട്ട് അവർക്കെല്ലാം പ്രോസസ്സ് ചെയ്യാൻ പറ്റും. അത് ഞാൻ എടുത്ത് പറഞ്ഞത് ഇടയ്ക്ക് 1, 2 പേര് ഇങ്ങനെ ഡോക്യുമെന്റ്സ് എല്ലാം എടുത്ത് കൊടുക്കുന്നതിന് കുറച്ച് ഡിലേ ആവുന്നത് കണ്ടു. അതുകൊണ്ടാണ് പറഞ്ഞത്. നമ്മൾ പ്രിപ്പയർഡ് ആയിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ കുറേ കൂടെ ഫാസ്റ്റ് ആയിട്ട് നടക്കും. അപ്പം ഒരുപാട് തിരക്കായിരിക്കും എന്നൊക്കെ പ്രതീക്ഷിച്ചിരുന്നു. അപ്പം ഞാനീ പറഞ്ഞതുപോലെ 4ഓ 5ഓ ആൾക്കാര് മാത്രമാണ് ഇതിനായിട്ട് ഉണ്ടായിരുന്നത്. സിസ്റ്റം ഡൗൺ ആയതുകൊണ്ട് തന്നെ കുറച്ചധികം നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു. ഡോക്യുമെന്റ്സ് ആയിട്ട് എന്നോട് ചോദിച്ചത് നമ്മൾ സ്റ്റുഡന്റ്സിനെയാണ് അവര് വിളിക്കുന്നത് ഡോക്യുമെന്റ്സ് ചെക്ക് ചെയ്യാനായിട്ട്. വിളിച്ചപ്പോൾ പാസ്പോർട്ട് എടുത്ത് വെക്കാൻ പറഞ്ഞു എല്ലാവരുടെയും. പാസ്പോർട്ട് കൊടുത്തു. ആ യെല്ലോ സ്ലിപ്പ് വാങ്ങിച്ചു. അതിനുശേഷം കോഴ്സ് കംപ്ലീഷൻ ലെറ്റർ ചോദിച്ചു. മെഡിക്കൽ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ മെഡിക്കൽ എടുത്തിട്ടില്ല എന്ന് പറഞ്ഞു. മെഡിക്കൽ എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള പെർമിറ്റ് മാത്രമേ കിട്ടുള്ളൂ എന്ന് പറഞ്ഞു. ഞാൻ ഓക്കെ ആണെന്ന് പറഞ്ഞു. അതിനുശേഷം നമ്മുടെ ട്രാൻസ്ക്രിപ്റ്റ് ചോദിച്ചു. എംപ്ലോയ്മെന്റ് ലെറ്റർ അല്ലെങ്കിൽ പേ സ്ലിപ്പ് കാണിക്കണമെന്ന് പറഞ്ഞു. നമ്മുടെ കോമ്പസ് അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ട് നമ്മുടെ നോ ഡ്യൂസ് കാണിക്കണമെന്ന് പറഞ്ഞു. പിന്നീട് നമ്മുടെ സ്റ്റഡി പെർമിറ്റും നമ്മുടെ മാരേജ് സർട്ടിഫിക്കറ്റും ചോദിച്ചു. ഇത്രയും ഡോക്യുമെന്റ്സ് ആണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. കുട്ടികളുടെ പാസ്പോർട്ട് കാണിച്ചതല്ലാതെ വേറെ ഡോക്യുമെന്റ്സും ഡീറ്റെയിൽസും ഒന്നും തന്നെ ചോദിച്ചിട്ടുണ്ടായിരുന്നില്ല. അതുപോലെ എംപ്ലോയ്മെന്റ് ലെറ്റർ നോക്കിയിട്ട് പാർട്ട് ടൈം ആണോ ചെയ്യുന്നതെന്ന് ചോദിച്ചു. അത് ഞാൻ എടുത്തു പറയാനുള്ള കാര്യം, എന്നോട് ഒരുപാട് പേര് പറഞ്ഞിരുന്നു ഫുൾ ടൈം ജോബ് ആണെന്നുണ്ടെങ്കിൽ മാത്രമേ സ്പൗസിന് വർക്ക് പെർമിറ്റ് എക്സ്റ്റെൻഡ് ചെയ്ത് കിട്ടുകയുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ അടുത്ത് ഓഫീസർ ചോദിച്ചു ഞാൻ പാർട്ട് ടൈം എൻ്റെ എംപ്ലോയ്മെന്റ് ലെറ്ററിൽ പാർട്ട് ടൈം എംപ്ലോയി എന്നുള്ളത് സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടപ്പോൾ തന്നെ ചോദിച്ചു പാർട്ട് ടൈം ആണോ ചെയ്യുന്നതെന്ന് ചോദിച്ചു. ഞാൻ അതേന്ന് പറഞ്ഞു. ഓക്കെ പറഞ്ഞു. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുമ്പോൾ നമ്മൾ ഫാമിലി ആയിട്ട് പോകുമ്പോൾ വൈഫാണ് സ്റ്റുഡന്റ് അല്ലെങ്കിൽ ഹസ്ബൻഡ് ആണ് സ്റ്റുഡന്റ് എന്നുണ്ടെങ്കിൽ അവർ ഓഫീസർ എന്തെങ്കിലും ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ അത് സ്റ്റുഡന്റ് തന്നെ റിപ്ലൈ ചെയ്യാനും അതിന്റെയുള്ള ഡോക്യുമെന്റ്സ് എടുത്ത് കൊടുക്കാനുമായിട്ട് ശ്രദ്ധിക്കുക. ഞാനത് എടുത്ത് പറഞ്ഞത് നമുക്ക് തൊട്ട് മുമ്പ് ഉണ്ടായിരുന്ന ഫാമിലിയിൽ ഇപ്പം സ്റ്റുഡന്റിനോട് ചോദിക്കുമ്പോൾ പാർട്ട്ണർ ആണ് എല്ലാത്തിനും മറുപടി പറയുകയും ഇതിന്റെ ഡോക്യുമെന്റ്സ് എടുക്കാനും നമ്മുടെ നോ ഡ്യൂസ് കാണിക്കാനും ഒക്കെ നിന്നത്. അപ്പം അവർക്കത് വീണ്ടും വീണ്ടും ഒരുപാട് ക്വസ്റ്റ്യൻസിലേക്ക് നീങ്ങുകയും ഒരുപാട് ഡിലേ ആവുകയൊക്കെ ചെയ്തു. അതുകൊണ്ട് ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. പിന്നെ ഞാൻ ഈ നോഡ്യൂസ് ഒക്കെ നേരത്തെ തന്നെ ബ്രൗസറിൽ ഓപ്പൺ ചെയ്ത് വെച്ചിരുന്നു മൊബൈലില്. അപ്പൊ അതുകൊണ്ട് തന്നെ ഫാസ്റ്റ് ആയിട്ട് എടുത്ത് കാണിക്കാൻ പറ്റി. അപ്പൊ ഓഫീസർ പറഞ്ഞു പ്രിപ്പയർഡ് ആണല്ലേ ഗുഡ് എന്ന് പറഞ്ഞു. അപ്പൊ അതുപോലെ നമ്മൾ എല്ലാ ഡോക്യുമെന്റ്സും ഒക്കെ ഒന്ന് പ്രിപ്പയർ ആയിട്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഫാസ്റ്റ് ആയിട്ട് തന്നെ ഈ പ്രോസസ്സ് നീങ്ങും. ഇത്രയും സംഭവങ്ങൾ വെരിഫൈ ചെയ്തതിന് ശേഷം നമ്മളോട് വെയിറ്റ് ചെയ്യാൻ പോയി ഇരിക്കാൻ പറഞ്ഞു. ആ ഇരിക്കുന്ന സമയത്ത് നമുക്ക് 2 പേർക്കും ഓരോ മെയിൽ വന്നിട്ടുണ്ടായിരുന്നു. ബയോമെട്രിക് ചെയ്യുന്നതിനെ പറ്റിയിട്ട് മെൻഷൻ ചെയ്ത് 2 പേർക്കും ഓരോ ഇമെയിൽ വന്നു. അപ്പോൾ അതിനുശേഷം വീണ്ടും പുള്ളി വിളിച്ചിട്ട് നമ്മുടെ 2 പേരുടെയും ബയോമെട്രിക് എടുത്തു. കുട്ടികളുടേത് ഇവിടെ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. നമ്മുടെ 2 പേരുടെയും മാത്രം ബയോമെട്രിക് എടുത്തു. ഈ ബയോമെട്രിക് എടുക്കാൻ വിളിക്കുമ്പോൾ തന്നെ നമ്മുടെ വർക്ക് പെർമിറ്റും എല്ലാം നമ്മുടെ കയ്യിൽ തന്നു. അതിലുണ്ടായിരുന്ന ഒരു ഇഷ്യൂ എന്ന് പറയുന്നത് കുട്ടികളുടെ പാസ്പോർട്ട് 5 വർഷത്തേക്കാണല്ലോ വരുന്നത്. അപ്പം ഞങ്ങടെ വർക്ക് പെർമിറ്റ് തീരുന്നതിന് 3 മാസം മുമ്പ് വരെയാണ് പാസ്പോർട്ടിന്റെ എക്സ്പയറി വരുന്നത്. അപ്പൊ ആ ഒരു സമയം വരെ മാത്രമേ കുട്ടികൾക്ക് വിസ അടിച്ചിട്ടുള്ളൂ എന്ന് പറഞ്ഞു. ഓഫീസർ പറഞ്ഞത് ഒന്നുകിൽ നമ്മള് പാസ്പോർട്ട് റിന്യൂ ചെയ്യുമ്പോൾ ഐആർസിസിയിൽ കോൺടാക്ട് ചെയ്താൽ മതി. അല്ലെന്നുണ്ടെങ്കിൽ ആ ഒരു ടൈം പീരീഡിലേക്ക് നമ്മുടെ വിസ സ്റ്റാറ്റസ് ചേഞ്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ അത് അപ്ഡേറ്റ് ചെയ്ത് കൊടുത്താലും മതിയെന്ന് പറഞ്ഞു. അതിൽ വേറെ പ്രശ്നമൊന്നുമില്ല. കാരണം പാസ്പോർട്ടിന്റെ എക്സ്പയറി അത്രേ ഉള്ളൂ കുട്ടികൾക്ക്. അപ്പൊ ഇത്രയും ഡോക്യുമെന്റ്സ് നമുക്ക് കയ്യിൽ തന്നതിന് ശേഷം 2 പേരുടെയും ബയോമെട്രിക് ചെയ്യാൻ പറഞ്ഞു. അപ്പൊ നമ്മള് നമ്മുടെ ഫിംഗേഴ്സ് എല്ലാം 2 കൈയുടെയും ഫിംഗേഴ്സ് എല്ലാം വെച്ചിട്ട് ബയോമെട്രിക് അവിടെ ചെയ്തു. പിന്നെ കോഴ്സ് കംപ്ലീഷൻ ലെറ്ററിന്റെ കാര്യം നമുക്ക് ഇമെയിൽ ആയിട്ട് വന്നത് ഞാൻ പ്രിന്റ് എടുത്തിട്ട് അതാണ് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത്. ട്രാൻസ്ക്രിപ്റ്റും അൺഒഫീഷ്യൽ ട്രാൻസ്ക്രിപ്റ്റ് ആണ് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഞങ്ങളുടെ ഈ ഒരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. ഇതുപോലെയുള്ള വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇനി ഇതിലും നല്ലൊരു വീഡിയോയുമായിട്ട് വരുന്നത് വരെ ടാറ്റാ. താങ്ക് യു ഫോർ വാച്ചിങ് വാൽക്കണ്ണാടി.